വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബിയേ, അല്ലാഹു നിങ്ങളോട് പിണങ്ങിയിട്ടില്ല നബിയേ. മാ വദ്ദഅക റബ്ബുക, അങ്ങേ അല്ലാഹു കൈവിടിഞ്ഞു എന്നാരൊക്കെ പറഞ്ഞല്ലേ? അങ്ങന്റെ മെഹബൂബ് തന്നെയാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. അല്ലാഹു അങ്ങേക്ക് തരും. ഫതർളാ, അങ്ങനെ നബിയെ അങ്ങയുടെ മനസ്സ് നിറയുന്നവരെ അല്ലാഹു അങ്ങേക്ക് തരും. തങ്ങൾ പറയാം, എൻ്റെ ഉമ്മത്തികളിൽ ഏതെങ്കിലും ഒരാൾ നരകത്തിലുണ്ടെങ്കിൽ എനിക്ക് തൃപ്തി വരൂല. അതുകൊണ്ട് എൻ്റെ ഉമ്മത്തിലെ അവസാനത്തെ ആളെ പോലും അല്ലാഹു സ്വർഗത്തിലെത്തിക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് മഹാനായ റസൂലുള്ളാഹി. അഹ്ലു ബൈത്തിന്റെ സയ്യിദ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അർജൽ ആയത്തി ഫിൽ ഖുർആൻ, അല്ലാഹുവിൻ്റെ കലാം എടുത്തു നോക്കിയാൽ അതിലേറ്റവും അല്ലാഹുവിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷ നൽകുന്ന ആയത്ത്, ഏറ്റവും വലിയ റജാ നൽകുന്ന അർജൽ ആയത്തി ഫിൽ ഖുർആൻ ഏതാണ്? വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ. അല്ലാഹു തരും. ആരിലൂടെ തരും? പുണ്യനബിയിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിനെ ഹബീബുമായി അല്ലാഹു ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ആ ഹബീബ് അവിടെ കിടക്കുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ വചനം ഇങ്ങനെ ഓതുമ്പോൾ നമ്മളവിടെ ഹദറത്തിൽ ഇങ്ങനെ ബോധം നമുക്കിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം. എന്താണ് ആ ഓതുന്നത്? അലം യജിദ്ക യതീമൻ ഫആവാ. നബിയെ, അങ്ങ് യതീമായിരുന്നപ്പോൾ അല്ലാഹു നിങ്ങൾക്ക് അഭയം തന്നില്ലയോ? വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. റിസാലത്തിന്റെ വെളിച്ചം എവിടെയാണെന്നറിയാതെ അങ്ങ് നടക്കുമ്പോൾ അല്ലാഹു വഹയിന്റെ വെളിച്ചം അങ്ങേക്ക് തന്നില്ലയോ നബിയേ? അതുകൊണ്ട് ഹബീബിനോട് തന്നെ അല്ലാഹു പറയുന്നു, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മസ് സായില ഫലാ തൻഹർ വഅമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്. തങ്ങളോട് നേരിട്ട് ഇങ്ങനെ അല്ലാഹു പറയാണ്,